വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. ആഹാ, അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ പുഞ്ചിരിൻ്റെ പാർക്കിംഗ് കോടതി ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടുള്ളത്. അപ്പോൾ നമ്മളെ ബ്രാൻഡ് ന്യൂ വോൾവോ 9600 ഇനാഗ്രൽ ട്രിപ്പിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. സൂപ്പർ എക്സൈറ്റഡ്. നമ്മൾ 2 വണ്ടിയും പുറകിലിങ്ങനെ കാണാൻ പറ്റും. വണ്ടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വണ്ടിയും ഉണ്ട് കേട്ടോ, പുഞ്ചിരിൻ്റെ എല്ലാ വണ്ടിയും ഇവിടെ ഉണ്ട്. 4 വണ്ടി ഉണ്ട് കേട്ടോ ടോട്ടൽ. ഇപ്പോൾ ഡെയിലി 3 സർവീസുകളാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് വൺ സൈഡ് ഓടുന്നത്. അതേപോലെ 3 വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ടും വരും. ടോട്ടൽ 3 പേർ വണ്ടി 6 വണ്ടിയാണ് ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഒന്ന് കാണാം കേട്ടോ. പാർക്കിങ്ങിൽ നിന്ന് 5:15 പാർക്കിങ്ങിൽ നിന്ന് എടുക്കുന്ന വണ്ടി ഇവിടുന്ന് ഇറക്കാണ് കേട്ടോ. ഇത് മടിവാളയിൽ നിന്ന് ഇതിൻ്റെ സമയം 7 മണിയാണ് കേട്ടോ. അപ്പോൾ 1.25 മണിക്കൂർ മുമ്പേ ഇവർ ഇവിടുന്ന് പുറത്തോട്ട് എടുക്കുന്നുണ്ട്. പുഞ്ചിരിൻ്റെ ഫ്ലീറ്റിലോട്ട് ഫസ്റ്റ് വന്ന 9600 ആണ് കേട്ടോ ഇത്. ഇപ്പോൾ 4 വണ്ടി കണ്ടോ നിങ്ങളിവിടെ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തുകൊണ്ട് നല്ല അടിപൊളി റെസ്പോൺസ് ആയിരുന്നു വീഡിയോന്. അപ്പം ഈ വീഡിയോ നിങ്ങൾ ജസ്റ്റ് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു സാധനം കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ കമൻറ്റ്സും ലൈക്കും വരുന്നവരാണ് കേട്ടോ വീഡിയോ റെക്കമെൻഡേഷനിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത സമയത്തായിരുന്നു കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോകളുടെ ഒരു വീഡിയോ വന്നത്. 3.5 ലക്ഷത്തിൻ്റെ മുകളിൽ വ്യൂ ഉണ്ടായിരുന്നു ഈ വീഡിയോ. ഈ വണ്ടി ഫസ്റ്റ് കേരളത്തിലെ ഫസ്റ്റ് 9600 ആയിരുന്നു കേട്ടോ ഇത്. 2 വർഷത്തിൻ്റെ അടുത്ത് ആവാറായിട്ടോ ഈ വണ്ടി നമ്മളെ നാട്ടിലോട്ട് വന്നിട്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നാട്ടിലോട്ട് കൊണ്ടുപോകുന്ന ബസ് ഇതാണ് കേട്ടോ. ഈ റെഡ് കളർ മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ സ്പെടികം ലിവറി വെച്ചിട്ടുള്ള സ്പെടികത്തിലെ ആടുതോമൻ്റെ ആ ഒരു പോർട്രേറ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ ഇന്ന് നാട്ടിലോട്ട് പോകുന്നത്. ഞാൻ പറയണ്ടല്ലോ, വോൾവോ 9600 ബിസിനസ് ക്ലാസ് ഏറ്റവും പ്രീമിയം, അതായത് ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം ക്ലാസ് ബസ്സാണ് കേട്ടോ ഇത്. അപ്പം ഈ ബസ്സിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസഞ്ചർ കംഫർട്ട്, അതേപോലെ സേഫ്റ്റി, ഇത്രയും സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 2.25 കോടി രൂപ മുടക്കി ഈ വണ്ടി എടുക്കുന്നത് കേട്ടോ. ഒരു പാസഞ്ചർ എന്നുള്ള നിലക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും സേഫും അതേപോലെ ഏറ്റവും ബെസ്റ്റും നല്ല ഉറക്കമൊക്കെ കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ ഇത്. 15 മീറ്റർ ലെങ്ത് വരുന്ന ഈ ഒരു വണ്ടിയിൽ 42 സ്ലീപ്പർ ബർത്തുകളാണ് കേട്ടോ. ഞാൻ ഇൻറ്റീരിയർ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. സൂപ്പർ ഇൻറ്റീരിയേഴ്സ് ആണ് കേട്ടോ, നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയേഴ്സാണ്. നമുക്ക് ആർക്കും ഒരു അടിപൊളി ഒരു ഹോട്ടൽ ഫീൽ, ഒരു ലക്ഷറി ഹോട്ടലിലൊക്കെ നിൽക്കുന്ന നേരം അവിടെ കിട്ടുന്ന ആ ഒരു വൃത്തിയും ആ ഒരു ഫീലൊക്കെ ഈ ഒരു വണ്ടിനുള്ളിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു ലിവറി അടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലോട്ടുള്ള കേരള സൂപ്പർ സ്റ്റാറുകളെ ഫോട്ടോസൊന്നും നമ്മളെ ഈ പുഞ്ചിരിൻ്റെ വണ്ടിയിലില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ അവരിത് നോട്ട് ചെയ്തു. അവർക്ക് ഒരു കിഡിലൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. എന്തായാലും എനിക്ക് എന്തായാലും ആ സംഭവത്തിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. നമ്മളെ നെസ്ലൻ്റെ ലിവറിയുള്ള വണ്ടിയാണ് കേട്ടോ ഇത്. മുമ്പുണ്ടായിരുന്ന ഈ വണ്ടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ 1 ലക്ഷത്തിലധികം വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ബസ്സിൻ്റെ സ്പെക്ക് നമ്മൾ പറയുകയാണെങ്കിൽ വോൾവോൻ്റെ B8R ബസ്സാണിത്. B8R എന്ന് പറഞ്ഞാൽ ബസ് 8 ലിറ്റർ റിയർ എഞ്ചിൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് 15 മീറ്റേഴ്സാണ് ലെങ്ത് വരുന്നത്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള, ഏഷ്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലെങ്ത് ഉള്ള ബസ്സാണ് കേട്ടോ. 15 മീറ്റർ മൾട്ടി ആക്സിലാണ് വരുന്നത്. 3 ആക്സിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ആ വീലും ടാഗ് വീല് റൊട്ടേറ്റബിൾ വീലാണ് കേട്ടോ. അതെന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത് ഉള്ള വണ്ടി ചെറിയ സ്ഥലങ്ങളിൽ തിരിക്കാനും ആക്കാനും ഒക്കെ ഉള്ള ഒരു ഈസി വേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മൾട്ടി ആക്സിൽ ആകുന്ന സമയത്ത് നല്ല കംഫർട്ട് ആയിരിക്കും. ബാക്കിൽ ഇരിക്കുന്നവർക്കും ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കും ഒരേ ലെവൽ ഓഫ് കംഫർട്ട് ആയിരിക്കും തരുന്നത്. പിന്നെ ഇത് 330 ഹോഴ്സ് പവർ വരുന്ന 6 സിലിണ്ടർ BS6 മോഡൽ എഞ്ചിനാണ് കേട്ടോ വരുന്നത്. 1200 ന്യൂട്ടൺ മീറ്റേഴ്സാണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. വണ്ടി അണ്ടർ പവർ ആണെന്ന് B11R വെച്ച് നോക്കുന്നത് നമുക്ക് പറയാം. പക്ഷേ ക്രൂയിസ് മോഡിൽ കയറി കഴിഞ്ഞാൽ വണ്ടി ഒരേ പവർ സാധനമായിരിക്കും. അത് നമ്മൾ അറിയത്തോലുമില്ല.
നല്ല സ്പീഡ് ആൻഡ് കംഫർട്ട് തരുന്നൊരു മോഡലാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ക്യാബിൻ റൈഡ് ചെയ്യുന്നില്ലെങ്കിൽ കാണാം ഇതിൻ്റെ സ്പീഡും ഇതും ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. ഓൺ ടൈം നാട്ടിലെത്തുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ സംഭവം. അപ്പോൾ നമ്മൾ സമയം കറക്റ്റ് 5:38 ആയപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. 3 വണ്ടികൾ അവിടെ ഉണ്ട്. ഈ വണ്ടി നാളെ ഇവിടുന്ന് നാട്ടിലോട്ട് പോകുന്നു കേട്ടോ. സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ട്രിപ്പ് പുഞ്ചിരിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഫ്രെയിമിൽ വണ്ടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോകാനുണ്ടോ. വോൾവോൻ്റെ 9600 ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടിൻ്റെ ബ്ലാക്ക് ആയിട്ടുള്ള തീമിലാണ് കേട്ടോ ഇതിൻ്റെ ഡ്രൈവർ ക്യാബിനൊക്കെ വരുന്നത്. നല്ല സസ്പെൻഷൻ, അതായത് ഈ സീറ്റിനായിട്ട് സസ്പെൻഷനൊക്കെ കൊടുത്തിട്ടുള്ള സസ്പെൻഷൻ സെറ്റ് ചെയ്തിട്ടുള്ള സീറ്റാണ് കേട്ടോ. ഡ്രൈവർ സീറ്റ് നല്ല കിടിലൻ ഒരു സീറ്റാണ് കേട്ടോ. ഇതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു കേട്ടോ ഇതിൽ ഇരുന്നിട്ട്. അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഉണ്ടാവുക. ഫ്രണ്ടിലോട്ട് വോൾവോൻ്റെ കിടിലനായിട്ടുള്ള സ്റ്റീരിംഗ് വീല് നമുക്ക് കാണാൻ പറ്റും. അതിൽ വോൾവോൻ്റെ ലോഗോ ഭയങ്കര പ്രീമിയം ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ ഡെമ്മി സംഭവങ്ങളാണ്. ഇതിൽ ഹോണ്ട ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ സൈഡിൽ നോക്കുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ലൈറ്റ് കൺട്രോൾ സംഭവങ്ങളൊക്കെയാണ്. ഇതിൻ്റെ എമർജൻസി സ്വിച്ച്, പിന്നെ ഇത് ഡ്രൈവർ മൊബൈൽ ഫോൺ ചാർജിങ് സംഭവങ്ങൾ. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഇതിൻ്റെ ഫയർ റെസിസ്റ്റൻറ്റ് സംഭവങ്ങളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എൻജിൻ ഫയർ അതേപോലെ തന്നെ ക്യാബിൻ ഫയർ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിൻഷേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ലൈറ്റ് ഹെഡ് ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഡിമ്മ് ഇത് ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ റിവേഴ്സ് ക്യാമറ, മീഡിയ ഒരു ചെറിയൊരു ഡിവൈസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഈ ലിവർ കാണുന്ന ഇൻഡിക്കേറ്റർ, പിന്നെ അതേപോലെ നമ്മളെ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നില്ല, പാസ് ലൈറ്റ് അടിക്കുന്നത്, ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ, ആ ഒരു ലിവറാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലത്തെ ഇതിൻ്റെ റിട്ടാർഡ് ബ്രേക്കാണ്. പിന്നെ ഇതിൻ്റെ താഴെ ഉള്ളത് ഇതിൻ്റെ വൈപ്പർ കൺട്രോൾ ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ അതിലും ഒരുപാട് സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഈ ഒരു സംഭവം കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ സ്പീഡ് മീറ്റർ, പിന്നെ ലെഫ്റ്റ് സൈഡിൽ RPM മീറ്റർ, പിന്നെ ഇതിൻ്റെ ഹീറ്റ്, അതേപോലെ ടെർബോ, എയർ, പിന്നെ ഫ്യൂവലിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫുൾ ടാങ്ക് ഫ്യൂവൽ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി 600 കിലോമീറ്ററാണ് ഓടിയത്. 500 കിലോമീറ്റർ ഇതിൻ്റെ ടെസ്റ്റ് കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ട്രിപ്പാണ്. ന്യൂട്രൽ N2 എന്ന് പറഞ്ഞ ന്യൂട്രൽ ഗിയറിലാണ്. ഡോർ തുറന്നിട്ട് ഇതിൻ്റെ ആ സംഭവം അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു സ്വിച്ചാണ്. അപ്പോൾ അതും പോയി. പിന്നെ ഈ സൈഡിലോട്ട് വരുന്ന ഇതിൻ്റെ AC കൺട്രോൾസ് സംഭവങ്ങളൊക്കെ ആണ് ഇത്. പിന്നെ ഇതിൻ്റെ താഴെ കാണുന്ന ഇതിൻ്റെ ടാഗ് ആക്സിലിൻ്റെ കൺട്രോള്, പിന്നെ ഹിൽ ഹോൾഡ് കൺട്രോള്. ക്ലച്ചില്ലാത്ത വണ്ടിയാണല്ലോ, അപ്പോൾ ഹിൽ ഹോൾഡ് കൺട്രോള്, ട്രാക്ഷൻ കൺട്രോള്, സസ്പെൻഷൻ പൊക്കുന്നത് താഴ്ത്തുന്നത് സംഭവങ്ങളൊക്കെ ആണ്. ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മിറർ കൺട്രോളിങ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ പാർക്ക് ബ്രേക്ക്. ജെടെക്കിൻ്റെ AC ആണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ CCTV ക്യാമറയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ക്യാമറേൻ്റെ ചെറിയൊരു മോണിറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കാര്യം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഗിയറിൻ്റെ ലിവറിൻ്റെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗിയറിൻ്റെ ലിവർ വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. 12 സ്പീഡ് ഫോർവേഡും 4 സ്പീഡ് റിവേഴ്സുമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വോൾവോൻ്റെ ഐ-ഷിഫ്റ്റ് ഗിയർ ബോക്സ് ആണ് കേട്ടോ. ഇതിൽ ഇവിടെ താഴെ ഒരു ബട്ടൺ ഉണ്ടാവും, പിടിച്ചിട്ട് നമ്മൾ ഇതിപ്പോൾ റിവേഴ്സ്, ന്യൂട്രൽ, ഓട്ടോമാറ്റിക്, മാനുവൽ. ഇത് മാനുവലിൽ ഓടിക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ ഒരു 5ാമത്തെ 6ാമത്തെ ഗിയറിലൊക്കെ പോകുന്ന നേരം ഇത് മാനുവൽ ഇട്ട് കഴിഞ്ഞാൽ ആ സെയിം ഗിയറിൽ തന്നെ ആ പവർ നമുക്ക് യൂസ് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡോറ് ക്ലോസ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ നോക്ക് കേട്ടോ. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡ്രൈവർ ഭാഗത്തുനിന്ന് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ ബസ്സിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആഹാ, അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയേഴ്സ് ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഞ്ചിരിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ ഈ ഒരു വൈറ്റ് ബെഡ്ഷീറ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. വൈറ്റ് ബെഡ്ഷീറ്റും പില്ലോ കവർ വരെ വൈറ്റാണ് ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ സാധനങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് മാറ്റും. എല്ലാ റൗണ്ട് ട്രിപ്പിലും ഈ ഒരു ബെഡ്ഷീറ്റും ഈ സംഭവങ്ങളും മാറ്റി പുതിയതിട്ടും. പിന്നെ ഈ സാധനങ്ങളൊന്നും അധികം വൈറ്റ് ആയതുകൊണ്ട് നല്ല കെയറോട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് കാലങ്ങളോളം നിലനിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല വൃത്തിയുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ആ ഒരു സംഭവത്തിൽ തന്നെ മനസ്സിലാക്കാം. വണ്ടിൻ്റെ ഉള്ളിൽ കയറി ബ്ലാങ്കറ്റിൻ്റെ വൃത്തി ഉണ്ടാകാൻ തന്നെ മനസ്സിലാക്കാം വണ്ടിക്ക് ആൾക്കാർക്ക് എത്രത്തോളം വൃത്തി ഉണ്ട് എന്നുള്ളത്. അപ്പം ആ ഒരു കാര്യത്തിൽ പുഞ്ചിരി നമ്പർ 1 ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. എല്ലാ വണ്ടിക്കും വൈറ്റ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്.
നമ്മൾ ഡബിൾ ബെർത്ത് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ഡബിൾ ബെർത്തുകളാണ് കേട്ടോ. നല്ല സോഫ്റ്റ്. ഈ സംഭവം 3ാമത്തെ റീഡിസൈനിങ് ആണ് കേട്ടോ. ഈ ഒരു ബെഡ് നല്ല കംഫർട്ട് ആയിട്ടുള്ള ബെഡാണ്. പണ്ടത്തെ ബസ്സിനെക്കാട്ടിലും കംഫർട്ടബിൾ ആണ്. ഇവരെ തന്നെ മുമ്പത്തെ ബസ്സിൽ യാത്ര ചെയ്ത് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ബെഡ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ വണ്ടിനുള്ളിൽ ഫ്രീ വൈഫൈയും ഈ പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബെഡിങ്ങിലെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫുൾ സൈസ് പില്ലോ, നമ്മളെ വീട്ടിലൊക്കെ ബെഡിൽ യൂസ് ചെയ്യുന്നതിൽ ഫുൾ സൈസ് പില്ലോ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിലും പുഞ്ചിരിൻ്റെ ബ്രാൻഡിങ് ഒക്കെ കാണാൻ പറ്റും. ആ ബെഡ്ഷീറ്റിലും ബ്ലാങ്കറ്റിലും പില്ലോ കവറിലും എല്ലാത്തിലും പുഞ്ചിരിൻ്റെ ബ്രാൻഡിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മെയിനായിട്ടുള്ള മീഡിയം ഡിവൈഡർ കർട്ടനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വലിയൊരു ലഗേജ് സ്റ്റോറിങ് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം കേട്ടോ. താഴെ ഡിക്കിൽ വെക്കണമെന്നില്ല. ഉള്ളിൽ തന്നെ അത്യാവശ്യം വലിയ ബാഗുകളൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. പിന്നെ CCTV ക്യാമറ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എയർ ഫ്രഷ്നർ ഉണ്ട്. ഓട്ടോമാറ്റിക് എയർ ഫ്രഷ്നർ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ സിംഗിൾ ബെർത്ത് നോക്കുന്ന സമയത്ത് സിംഗിൾ ബെർത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിംഗിൾ ബെർത്ത് ഉണ്ടാ. ഇത്രയും സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡ് സംഭവങ്ങളൊക്കെ കാണുമ്പോൾ പുറത്തോട്ടേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബാക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വോൾവോൻ്റെ ബ്രാൻഡിങ് ഉള്ള ഒരു ഹെഡ് റെസ്റ്റും ഒരു ഫുൾ സൈസ് ചാർജിങ്ങിൻ്റെ പ്ലഗും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു PD ഡെലിവറി, അതായത് പവർ ഡെലിവറി USB Type Cയും ഒരു ഫുൾ സൈസ് USB കണക്ടറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലഗും കൊടുത്തിട്ടുണ്ട്. പിന്നെ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ പുറത്തോട്ടേക്കുള്ള വ്യൂ ഗംഭീരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഫുൾ സൈസ് ഗ്ലാസ് മുകളിലും അതേപോലെ തന്നെ താഴെ ആ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ പല ആൾക്കാരും ഈ പോർട്രേറ്റ് അടിക്കുന്ന വിൻഡോ സീറ്റിൽ വിൻഡോ വ്യൂ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ആ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വിൻഡോ വ്യൂ പോകുന്നില്ല. ഈ ചെറിയ ഭാഗം മാത്രമേ പോകുന്നു. നമ്മൾ തല വെച്ചെടുക്കുന്ന സമയത്ത് പുറത്തോട്ട് കാണാം. പിന്നെ ഈ ബസ്സിലൊന്നും ആൾക്കാർ പുറത്തുള്ള കാഴ്ച കാണാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കില്ല. എല്ലാവരും കയറും, അപ്പം തന്നെ ഉറങ്ങും. രാവിലെ അന്നേരമാണ് അവിടെ എത്തുക. ഈ ഭാഗത്തും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഇരിക്കുന്ന നേരം പുറത്തോട്ടേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഡബിൾ ബെർത്തിൻ്റെ താഴത്തെ ലോവർ ബെർത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ലൈറ്റൊക്കെ ഇട്ടിച്ചപ്പോൾ സൂപ്പറാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇത് നല്ല അടിപൊളിയാണ്. ഈ ഓർത്ത് ലൈറ്റൊന്നും വരാതിരിക്കുന്ന സമയത്തുള്ള നല്ല ഹൈറ്റാണ് കേട്ടോ. ഈ സീറ്റിൻ്റെ ഇത് നല്ല ഹൈറ്റ് ഉണ്ട്. വണ്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് മുകളിൽ പുഞ്ചിരിൻ്റെ ബ്രാൻഡിങ് കാണാം. അതിൽ ഡിജിറ്റൽ LED ബോർഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി പുതിയതായതുകൊണ്ട് നമ്മൾ ഇന്നലെ ഇനാഗ്രൽ ഡെലിവറി വീഡിയോ കണ്ടവർക്ക് അറിയാം. ഫുള്ള് ഫ്ലവറിലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ഫ്ലവർ കാര്യങ്ങളൊക്കെ അയച്ചു. ഫ്രണ്ടിൽ ചെറിയൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. NL01B 3570 ആണ് നമ്മളെ ഈ വണ്ടിൻ്റെ നമ്പർ. വോൾവോൻ്റെ കിടിലൻ ലോഗോ അവിടെ വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. നല്ല സൂപ്പർ ഡിസൈനാണ്. ഡിസൈൻ വൈസ് അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പുഞ്ചിരിൻ്റെ ഫ്ലീറ്റിൽ കറൻ്റ് ഉള്ളതിൽ ഏറ്റവും നല്ല അടിപൊളി ഡിസൈൻ വണ്ടികൾ ഈ 2 വണ്ടികളാണ് കേട്ടോ. അങ്ങനെ ബസ് പാർക്കിങ്ങിൽ നിന്ന് ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടി പുറത്തോട്ടേക്ക് ഇറക്കാണ് കേട്ടോ. ഈ ടാഗ് വീൽ എന്തിനാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ചെറിയ സ്ഥലത്തു നിന്ന് പോലും വണ്ടി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ കൊണ്ടെടുക്കാം കേട്ടോ. സമയം അങ്ങനെ രാത്രി 7:30 ആയപ്പോൾ മടിവാളയിൽ നമ്മളെ മെയിൻ പിക്കപ്പ് പോയിന്റിൽ നമ്മളെ വണ്ടി എത്തിട്ടോ. പുഞ്ചിരിക്ക് ഡെയിലി 3 സർവീസാണെന്ന് പറഞ്ഞില്ലേ. 1 7 മണിക്ക്, 1 8 മണിക്ക്, 1 9 മണിക്കാണ് കേട്ടോ. നമ്മളെ വണ്ടി നടുക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ. ഷിനോണ്ണനാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡ്രൈവർ. 2 പേരെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇവിടുന്ന് കയറിയിട്ട് മടിവാളന്ന് കയറുന്ന സമയത്ത് ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ, ലോഞ്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ പുഞ്ചിരിക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മളിന്ന് ലഡ്ഡു ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കിടിലം മഞ്ഞ ലഡ്ഡു. അരുണണ്ണൻ്റെ ഇവിടെ, ഷിനോണ്ണൻ്റെ ഇവിടെ, എല്ലാവരും ഉണ്ട് ഇവിടെ. ഞങ്ങളിന്ന് പൊളിയും. Hello? Hello? Hello?
8:20 നമ്മളെ സിൽക്ക് ബോർഡ് സമയം. വീക്കെൻഡൊക്കെ അന്നേരം നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഒക്കെ ഡിലേ ഉണ്ടെങ്കിലൊന്നും നോക്കണ്ട. ഇവിടെ DHL ഓഫീസ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തതാണ്. ഇതാണ് DHL. എൻ്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മളെ വണ്ടി നിർത്താറുള്ളത് കേട്ടോ. മുരേറിൻ്റെ സെമി സ്ലീപ്പർ ഉണ്ട് കേട്ടോ ഇവിടെ, സ്കാനിയ സെമി സ്ലീപ്പർ. ചെറിയ ഓണെങ്കിൽ മാറി ബൈക്ക് പോക്ക് അങ്ങ് പോകുന്ന പോട്ട് അതേ സ്പീഡിൽ തന്നെ പോട്ട് കട്ട് ഇവിടുത്തെ ട്രാഫിക് ആയിരുന്നു. அதான் அங்க வெயிட் பண்ணா சீக்கிரம் வந்துடும். ஓகேண்ணா டைமும் പറയാൻ முடியுமாண்ணா? இங்க மொத்தம் நிறைய ப்ளாக் இருக்குண்ணா. അവിടെ ഒരു പയ്യനൊന്നുമല്ലേ അവനാണ് അടുത്തത്. ഒരേ കമ്പനി ഉണ്ടാ ശ്രീ ട്രാൻസ്പോർട്ട് ശ്രീ സായി. വണ്ടിയുടെ നമ്പർ 1000 ഫാൻസി നമ്പർ എല്ലാം ഉണ്ടല്ലോ. തമിഴ്നാട് RTOന്റെ ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ ഇത്. അത്തിപ്പല്ല അവിടെ ഭയങ്കര ചെക്കിങ് ആട്ടോ. വണ്ടിയെല്ലാം പുതിയ വണ്ടി ആയതുകൊണ്ട് ഇവന്മാരെന്തായാലും നോക്കിയിട്ട് വിടും. നമ്മൾ ടാക്സ് അടിച്ചിട്ടാട്ടോ ഓടുന്നത്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
അതെ 9-10 മണിയായപ്പോ തന്നെ ലെഫ്റ്റ്. അതിനെ ചൊല്ലിയിട്ടല്ല. നമ്മളങ്ങനെ ഡിന്നർ ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. മില്ലറ്റ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാമിലി ഹോട്ടലാണ് കേട്ടോ നിർത്തിയത്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇവിടുന്ന് വണ്ടി എടുക്കാൻ കേട്ടോ. 9:45 സമയത്താണ് നമുക്ക് ഡിന്നർ ബ്രേക്ക് വരുന്നത്. വണ്ടിൻ്റെ റോഡ് പ്രസൻസ് കൊള്ളാട്ടോ, സൂപ്പറാണ്. എല്ലാവരും നോക്കുന്നുണ്ട് വണ്ടി വീഡിയോ എടുക്കാനും ആക്കാനൊക്കെ. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. വണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള ആരും അറിഞ്ഞിട്ടില്ല വണ്ടി വന്നത്. അതിനെ കിട്ടുമോ? പോട്ട് അവൻ ധൈര്യം എടുത്തില്ല. അത് ഇവരല്ല ഫ്രണ്ട്സല്ലേ.
വീഡിയോ ഉണ്ടേ. മുകളിൽ തട്ടോ ലഗേജ്. അയ്യോ ജസ്റ്റ് മിസ്. പറയുന്ന ചില മനസ്സിലാവത്തില്ല. ചിലപ്പോ പടക്കം വല്ല തമ്മിലടിക്കുന്നതായിരിക്കും. ലെഫ്റ്റ് അങ്ങനെ റൈറ്റ് റൈറ്റ് പോങ്ങ. ഓക്കെ ഓക്കെ അവിടെയാണ് അംഗം. സൂപ്പർ. അത് റെക്കോർഡ് വോയിസ് അല്ല കേട്ടോ, അത് റെക്കോർഡ് വോയിസ് ഒന്നല്ല കേട്ടോ. പുള്ളിക്കാരന് അല്ല ഞാൻ പറഞ്ഞതാ, അവിടുന്ന് ആളോട് സംസാരിച്ചതാണെന്ന്. ബൈക്ക് ബൈക്ക് താഴെ പോകാതിരിക്കണെങ്കിൽ ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവറിന്റെ മുഖത്ത് ഒരുപാട് പേര് താഴെ പോയിട്ടുണ്ട്.
വണ്ടിയല്ലേ പോയത്? പോട്ടെ. വണ്ടിയാണോ? പോവാം നമ്മൾ കയറി പോവും. നമ്മളോടാണോ? നമ്മളോടൊന്നല്ല, നമ്മൾ കയറി പോ. സ്ട്രെയിറ്റ് ഉള്ള സ്ഥലമല്ലേ, നേരുള്ള സ്ഥലം. ആളുകളുടെ ഇടയിൽ കൂടെ പറയാം. മുരഹരന്റെ ബ്ലാക്ക് വണ്ടി ഓപ്പോസിറ്റ് പോയി. മുരഹരന്റെ ബ്ലാക്ക് വണ്ടി ഇല്ലല്ലോ, അവനാറ് ഓപ്പോസിറ്റ് പോയി. നമ്മളെ സമയം 2 മണിയൊക്കെ കഴിഞ്ഞപ്പം ഹോട്ടൽ ആരതിയിൽ ഒരു ടോയ്ലറ്റ് ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. നാമക്കലൊക്കെ കഴിഞ്ഞ് മധുരൈ റൂട്ടിലാണ് കേട്ടോ ഉള്ളത്. വണ്ടി രാത്രി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല ലുക്ക് ഉണ്ട് കേട്ടോ രാത്രി കാണാൻ വേണ്ടിയിട്ട്. നല്ല റോഡ് പ്രസൻസ് തരുന്നൊരു വണ്ടി തന്നെയാണ്. പോകുന്നവരെല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടീ ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഡ്രൈവർ ചേഞ്ചും കഴിഞ്ഞ് വണ്ടി എടുത്തിട്ടോ. അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഫസ്റ്റ്
ബാംഗ്ലൂരിൽ നിന്ന് ഫസ്റ്റ് സെഷൻ എടുക്കുന്ന ഡ്രൈവർ ഇവിടുന്ന് മാറിയിട്ട് പോയിട്ട് ഉറങ്ങും. ഇവിടുന്ന് രണ്ടാമത്തെ ആൾ വണ്ടി എടുത്തിട്ട് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഡ്രൈവർ ഷെഡ്യൂൾ ഉണ്ടാകുന്നത്. ഒരു വണ്ടിക്ക് 2 ഡ്രൈവർ ഉണ്ടാവും. അപ്പോൾ അണ്ണനുള്ള ഉള്ളിലേക്ക് കയറിയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പോവാം. പിന്നെ അണ്ണൻ ഉറങ്ങി എഴുന്നേറ്റ് വന്ന് സെക്കൻഡ് ഷിഫ്റ്റ് എടുത്തതാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഡൺ.
നമ്മളവിടെ ബൈപ്പാസ് എല്ലാം ഓപ്പണായി. ബൈപ്പാസ് ഫ്ലൈ ഓവർ ഒക്കെ ഉണ്ടാവല്ലോ, അത് അണ്ടർപാസ്. കൈവാക്കൊന്നും നമ്മളെ നാട്ടിൽ കിട്ടത്തില്ല. അതെ. രാത്രി ആയതുകൊണ്ട് വീടില്ല. കേരള തമിഴ്നാട് കളിക്കോളാം. ഒരാളുണ്ട്. ചേട്ടാ റെഡ് ബസ് ആണ് കേട്ടോ, റിവ്യൂ ഇടണേ കേട്ടോ.
നമ്മൾ കേരള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസുകാർക്ക് വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടേക്കുവാണ് കേട്ടോ. ഇത് നല്ല കാര്യമാണ് കേട്ടോ. കാരണം ഇപ്പം കേരളത്തിലോട്ട് ഒരുപാട് ഡ്രഗ് കേസുകൾ ഉള്ളതാണ്. എൻ്റെ നാട്ടിലൊക്കെ ഭയങ്കര സീനാണ്. ഞാൻ പറയുന്നത് ഇതേപോലെ നമ്മളെ വയനാട് ബോർഡറൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ഡ്രഗ് വരുന്നതെല്ലാം നിൽക്കും. ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. KSRTC ഡ്രൈവറെ മാനേഴ്സ് ആട്ടോ കാണുന്നത്. ബസ് സ്റ്റോപ്പിൻ്റെ സൈഡാക്കി നിർത്താൻ എത്രങ്ങാനും സ്ഥലമുണ്ട്. റോഡിന് നടുക്ക് കൊണ്ടുവന്ന് നിർത്തി ഇത്രയും വണ്ടി ഇവിടെ ബ്ലോക്ക് ആക്കിയില്ലേ. ഇവരൊക്കെ എന്നാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക? ആ ലാലേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. നമ്മളെ വണ്ടി അങ്ങനെ ട്രിവാൻഡ്രം തമ്പാനൂർ മെയിൻ ഡ്രോപ്പിംഗ് പോയിന്റിലോട്ട് എത്തിട്ടോ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. ട്രിവാൻഡ്രം സെൻട്രൽ. അതിലൂടെയൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് നിർത്തും വണ്ടി. വരെ പോകുന്നില്ല. ഞാൻ ട്രിവാൻഡ്രം കൊച്ചുവേലി നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് പോകുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ ഈ സ്ഥലത്ത് ഇറങ്ങും. അപ്പോൾ നല്ലൊരു കിടിലൻ യാത്ര ഉണ്ടായിരുന്നു. പുഞ്ചിരി ട്രാവൽസ് ഡോട്ടിൽ നിന്ന് ബുക്കിംഗ് വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യാൻ നോക്കുക. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പുതിയ ലേറ്റസ്റ്റ് മോഡൽ ബസ്സുകൾ, ലേറ്റസ്റ്റ് ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് സർവീസാണ് കേട്ടോ പുഞ്ചിരി കൊടുക്കുന്നത്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല. യാത്ര ചെയ്ത് എനിക്ക് അതിൻ്റെ ഒരു കംഫർട്ട് ഫീൽ ചെയ്തുകൊണ്ട് പറയുന്നതാണ്. ഈ റൂട്ടിലെ ഏറ്റവും നമ്പർ 1 ഓപ്പറേറ്ററാണ് കേട്ടോ പുഞ്ചിരി ട്രാവൽസ്. അപ്പം നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ജസ്റ്റ് അറിയിക്കട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിട്ടോ. ബൈ ബൈ. പോട്ടെ. അങ്ങനെ അവർ കൊല്ലത്തിലേക്ക് പോയി. ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ്. ഞാൻ അങ്ങോട്ടേക്കും പോകാറുണ്ടോ. അപ്പോൾ നല്ലൊരു കിടിലൻ വീഡിയോ വരുന്നവരെ ബൈ ബൈ ഫ്രം ട്രിവാൻഡ്രം.